ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുറച്ച് വിഷയങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോ ഉള്ളോ എന്ന് നിങ്ങൾ ചോദിക്കാൻ വരട്ടെ. കാരണം ഞാനൊരു വക്കീലും കൂടിയല്ലേ. അപ്പം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഉണ്ടായതുകൊണ്ടും ഒക്കെയാണ് ഞാൻ ഈ കാര്യങ്ങൾ കൂടുതൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യാപേക്ഷയിൽ ഇന്നലെയൊക്കെ വാദം കേട്ടു. നാളത്തേക്ക് വിധി പറയാൻ മാറ്റി വെച്ചിരിക്കുകയാണ് പത്തനംതിട്ട സെഷൻസ് കോടതി. അപ്പോൾ പത്തനംതിട്ട ജില്ലാ കോടതിയിലെ സെഷൻസ് കോടതി നാളെ ജാമ്യം കൊടുക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. നിയമപരമായിട്ട് പറഞ്ഞാൽ 100% ജാമ്യം കിട്ടേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്. പിന്നെ പ്രോസിക്യൂഷൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രോസിക്യൂഷൻ പറയുന്നത് ഇയാളൊരു സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ്. ഇയാൾക്ക് എതിരെ നിരവധി ലൈംഗിക പരാതികൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി തന്നെ 2 പരാതികൾ, ഇത് 3ാമത്തെ പരാതിയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. അപ്പോൾ പ്രോസിക്യൂഷന്റെ വാദത്തിനകത്ത് യാതൊരു തരത്തിലുള്ള കഴമ്പുമില്ലെന്നുള്ളത് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും. കാരണം നമ്മൾ ആദ്യത്തെ പരാതികളിൽ ഒരു പരാതിയിൽ ഓൾറെഡി ജാമ്യത്തിലാണ്. 2ാമത്തെ പരാതി അതും ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ട് വെച്ചിരിക്കുകയാണ്. അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ജാമ്യത്തിനുള്ള ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. ജാമ്യാപേക്ഷ അവിടെ നിലനിൽക്കുകയാണ്. ആദ്യത്തെ പരാതിയിൽ പ്രോസിക്യൂഷൻ ഭാഗം ജാമ്യം റദ്ദ് ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ ജാമ്യം റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞ് കോടതി പോയിട്ടുണ്ട്. അതിന് പരാതിക്കാരി അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിനകത്തുള്ളൊരു അത് പറയുമ്പോഴാണ് എനിക്കൊരു തമാശയായിട്ട് തോന്നുന്നത്. തൻ്റെ നഗ്ന വീഡിയോ തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും ഇയാളൊരു സെക്ഷൽ പെർവേർട്ടാണെന്നും ഇയാൾ ഈ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടെ നഗ്ന ഫോട്ടോസ് എടുത്ത് ഇയാളുടെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുമാണ്. അത് ഇയാൾക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ, ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്തേക്ക് പോകുമെന്നും ഒക്കെയാണ്. തമാശയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരു വ്യക്തിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു നഗ്ന വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ ഭാവിയിൽ അഥവാ ഏതെങ്കിലും രീതി ആൾക്കാരൊക്കെ നഗ്ന വീഡിയോ ഇതേ കണക്കുള്ള ലൈംഗിക കുറ്റവാളികൾ അല്ലെങ്കിൽ ഇതേ കണക്കുള്ള ഒഫൻഡേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം, അവരുടെ നഗ്ന വീഡിയോസ് എടുത്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തി വീണ്ടും വിധേയരാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി ജാമ്യത്തിലാണ്. അയാൾ ഏതെങ്കിലും രീതിയിൽ സാക്ഷികളെ സ്വാധീനിച്ചാലോ, അതുപോലെ തന്നെ അയാൾ ഒരു നഗ്ന വീഡിയോസ് എടുത്ത് പുറത്തേക്ക് ഈ വ്യക്തികളെ അങ്ങനെ ഇടുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു സത്യം പറഞ്ഞാൽ സാമാന്യ ബോധത്തിൽ ഒരു കോമൺ സെൻസിൽ തിങ്ക് ചെയ്യുമ്പോൾ നമുക്കിതിനെ ഒരു തമാശ രൂപത്തിലാണ് ഈ ഒരു വാദത്തിന്, ഈ പ്രോസിക്യൂഷൻ്റെ ആയാലും പരാതിക്കാരുടെയും വാദത്തിന് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അയാളൊരു ജനപ്രതിനിധിയാണെന്ന് ചോദിക്കും. ജനപ്രതിനിധികൾ ഇങ്ങനെ സ്ത്രീകളെ എല്ലാം ഓടി നടന്ന് ഇങ്ങനെ പീഡിപ്പിക്കാൻ, അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാൻ പാടുണ്ടോ എന്ന്. ഇപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരമായാലും ഇങ്ങനെ സ്ഥിരമായിട്ട് സകലമായ ആൾക്കാരെ കൂടെ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം. അതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഒരു ജനപ്രതിനിധിയാണ്. അഥവാ നമ്മൾ സമ്മർദ്ദത്തിൽ അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ടേക്ക് ആകർഷിച്ചാലും നമ്മൾ അതിൻ്റെ അകത്തേക്ക് വീഴാൻ പാടില്ല എന്നുള്ളൊരു ധാർമ്മികത, നമ്മളെ എത്രമാത്രം പ്രലോഭിപ്പിച്ചാലും നമ്മൾ അതിലേക്ക് വീഴാൻ പാടില്ല എന്നുള്ളൊരു ധാർമ്മികത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ ചിന്തിക്കണമായിരുന്നു. അത് അയാൾക്ക് അവിടെ ഭയങ്കര തെറ്റാണ് പറ്റിയത്. അത് നമ്മൾ ഒരിക്കലും അത് തെറ്റല്ല എന്ന് പറയുന്നാൽ അയാൾക്ക് അവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷേ അയാളൊരു വിവാഹിതനല്ല. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അയാൾ ചിലപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടായിരിക്കാം. ഓരോ സ്ത്രീകൾ, ഇപ്പോൾ ഒരാൾ പോയി എന്ന് കരുതി ഞാൻ ജീവിതകാലം മുഴുവൻ സന്യാസിയാവണം എന്നൊന്നുമില്ലല്ലോ. ഒരാളെ പ്രണയിച്ചു വിവാഹം കഴിച്ച ആൾക്കാരും ഒരുപാട് പേര് പ്രണയിച്ച് വിവാഹം കഴിച്ച ആൾക്കാർ ഡിവോഴ്സിന് വരുന്നുണ്ട്. പിന്നീട് അവർ വീണ്ടും വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. ഇപ്പോൾ പ്രണയിക്കുന്നവർ പ്രണയം കഴിയുമ്പോൾ അടുത്തൊരു ബ്രേക്ക്, ഇപ്പോൾ ജൻസി പിള്ളേർ പറയുന്നവരും ഞങ്ങൾ ബ്രേക്കപ്പായി, അങ്ങനെ കുറേ വാക്കുകളൊക്കെ ഉണ്ടല്ലോ കുട്ടികളുടെ. അപ്പോൾ അതുപോലെ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ അതിൽ നിന്നും മുക്തരായി അടുത്ത ബന്ധത്തിലേക്ക് പോകും. അത് സ്വാഭാവികം മാത്രം. പക്ഷേ അയാൾ ഈ ജനപ്രതിനിധി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അയാളുടെ അയാൾ ചെയ്തത് ശരിയായ ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് നമുക്കതിനകത്തൊരു തെറ്റായിട്ട് നമുക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിവിടെ ഒരു തെറ്റ് ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരാളെ പ്രണയിക്കുമ്പോൾ ആ പ്രണയത്തിൻ്റെ അങ്ങേയറ്റം വരുമ്പോൾ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പും അവിടെ ഉണ്ടാകാം, സ്വാഭാവികം മാത്രമാണ്. ഒരാണും പെണ്ണും മനുഷ്യവർഗത്തിലുള്ളതായാലും മൃഗവർഗത്തിലുള്ളതായാലും ഒരാണും പെണ്ണും സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഒന്നിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവിടെ എവിടെയാണ് ഒരാൾ കുറ്റവാളിയാവുന്നതെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ
പറഞ്ഞിരുന്നത് അതൊരു പകയാണ്, ഒരു പ്രണയപ്പക എന്നൊക്കെ പറയുന്നത്. ഞാൻ നേരത്തെ വീഡിയോകൾ കൃത്യമായി പറഞ്ഞതുപോലെ റിനി ജോർജ് എന്ന് പറയുന്ന ലേഡിയുടെ ഒരു പ്രണയപ്പക പോലെ അവരെ വീണ്ടും വീണ്ടും രാത്രിയിലും പാതിരാത്രിയിലും ചാറ്റിനും വീഡിയോ കോളിനും നിർബന്ധിച്ചു എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ, നമ്മൾക്കല്ലാതെ പേഴ്സണലി നമുക്കതിനെക്കുറിച്ച് അറിവില്ല, ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി പറഞ്ഞ ഒരു കാര്യം, അതിനെ ഇതുവരെയും റിനി ജോർജ് എന്ന് പറയുന്ന സ്ത്രീ അതിനെ നിഷേധിച്ചിട്ടില്ല. നിഷേധിച്ചാൽ അവർ തീർച്ചയായിട്ടും തെളിവുകൾ കൊണ്ടുവരും, അത് ഉറപ്പാണ് അല്ലേ. അവർക്കെതിരെ പരാതികളോ അവരെങ്ങനെ അനാവശ്യമായിട്ട് ഡിഫെയിം ചെയ്യുന്നു, സൊസൈറ്റിയിൽ ഡിഫെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്കെതിരെ അവർ ചെയ്തതിൻ്റെതായിട്ടുള്ള തെളിവുകൾ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി കൊണ്ടുവരും എന്നുള്ളത് ഷുവർത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരിത് പുറത്തേക്കൊന്നും പറയാതിരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള പ്രണയ പകയുള്ള സ്ത്രീകൾ ചുറ്റും കൂടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ എന്താ പറഞ്ഞാൽ അയാളോട് കൂട്ടുകൂടി അയാളുമായിട്ട് പ്രണയം നടിച്ചു. എനിക്ക് നടിച്ചു എന്നേ പറയാൻ പറ്റും. റിയൽ ആയിട്ടുള്ള ഒരു പ്രണയത്തിൽ നമ്മളിനി ഇപ്പൊ എന്ത് ചീറ്റ് ചെയ്താലും നമ്മളെ വേണ്ടാത്ത ഒരാളിനെ നമ്മൾ ഒരിക്കലും തിരക്കി പോയില്ല. അത് പോയി. ഞാനും ആ സമയത്ത് സന്തോഷിച്ചു, ഞാനും ആ സമയത്ത് എൻജോയ് ചെയ്തു, ഞാനും ആ സമയത്ത് ആസ്വദിച്ചു. പിന്നെ എന്തോന്നും പകയടേ. ഒരാൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് അവനെയും വേണ്ട, എനിക്ക് അവൻ എന്നെ വേണ്ട എന്ന് തോന്നുന്നതിന്റെ 5 ദിവസം മുമ്പേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു. കാരണം ഞാനും അവനും ഒരുപോലെ തന്നെ തീരുമാനിച്ചു, ഞാനും അവനും ഒരുപോലെ തന്നെ ചിന്തിച്ചു, ഞങ്ങൾ ഒരുപോലെ തന്നെ ഇതിനകത്ത് ഇടപെട്ട് ഒരുമിച്ച് തന്നെ ഞങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തി. ഞങ്ങൾ അതിൻ്റെ അവസാനമുള്ള ശാരീരിക ബന്ധത്തിലേക്കും ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നീട് ഞാനും അവനും തമ്മിൽ തെറ്റിയാൽ അതവിടെ കഴിഞ്ഞു, അതവിടെ ബ്രേക്കായി അല്ലേ, അത് ബ്രേക്കപ്പായി. അപ്പോൾ അതവിടെ കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് അവിടെ ഒരാൾ മാത്രം കുറ്റവാളിയാവുന്നത്? പിന്നെ ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതിനകത്ത് ബാക്കിയുള്ള സ്ത്രീകളെല്ലാം വിവാഹിതരാണ്. അപ്പോൾ വിവാഹിതരായ സ്ത്രീകൾ അവരുടെ ഭർത്താവ് നിലനിൽക്കുമ്പോൾ ഈ ഒരു പരിപാടികളെല്ലാം നടത്തിയത്. അപ്പം പറയാം ദാമ്പത്യ ജീവിതത്തിൽ. അപ്പോൾ രാഹുലിനെ കുറ്റം പറയുന്ന ആൾക്കാരുടെ ഒരിതാണ്, അയാളൊരു ജനപ്രതിനിധിയാണ്, അയാളൊരു അയാളുടെ മുന്നിൽ വരുന്ന സ്ത്രീകളെയെല്ലാം അയാൾ ലൈംഗിക വേഴ്ചയ്ക്ക് വേണ്ടി നിർബന്ധിക്കുന്നു. അയാളുടെ മുന്നിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് സ്ത്രീകൾ വരാറുണ്ട്. ഇതിൽ ഈ 10,000-കണക്കിന് ഈ പറയുന്ന സ്ത്രീകളെക്കാൾ കൂടുതൽ ചിലപ്പോൾ സൗന്ദര്യമുള്ളവരായിരിക്കാം, കഴിവുള്ളവരായിരിക്കാം, വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം. അപ്പോൾ അവരെല്ലാം അയാൾ പീഡിപ്പിക്കണം. ഞാനിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ കണക്ട് ചെയ്ത് മിണ്ടി, അല്ലെങ്കിൽ ഞാൻ അയാളുടെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചു, ഞാനൊരു അഡ്വക്കേറ്റാണ്, ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടമാണ്, നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ സംസാര രീതികൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ താങ്ക് യു മാഡം എന്ന് പറയാം, അല്ലെങ്കിൽ താങ്ക് യു പേര് പറയാം, നമ്മുടെ മൂത്തതാണെങ്കിൽ ചേച്ചി എന്ന് വിളിക്കാം, എന്നേക്കാൾ അയാൾ ഇളയതാണെങ്കിൽ എന്നെ അയാൾക്ക് ചേച്ചി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മാഡം എന്ന് സൂചിപ്പിക്കാം. അത് അയാളുടെ വിഷയം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വല്ലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടേക്കും കണക്ട് ചെയ്യാം. അപ്പോൾ അയാൾ നമ്മളെ പീഡിപ്പിക്കണമെന്നില്ല, അയാൾ നമ്മളോട് അടുക്കണമെങ്കിൽ നമ്മൾ അയാളോട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾ എനിക്ക് ആരാധനയാണ്, ലവ് യു, ലൈക്ക് യു എന്നൊക്കെ നമ്മളിങ്ങനെ മെസ്സേജ് അയക്കണം. അല്ലെങ്കിൽ തിരിച്ച് ഓക്കെ നമ്മളെ കണ്ടവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു, എനിക്ക് നിങ്ങളെ ഇഷ്ടമായി, നിങ്ങളുടെ ഇപ്പം എൻ്റെ ഒരു പ്രൊഫൈൽ ഞാൻ MA ആണ്, MA എക്കണോമിക്സ് ആണ്, MBA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MBA HR ആണ്, LLM കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് വാങ്ങിച്ചാണ്. ഇപ്പം ഇത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് 4 പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ഒരാളാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അത്യാവശ്യം കാണാനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു എൻ്റെ ഈ മോന്തയൊക്കെ വെച്ചിട്ട്. മേക്കപ്പ് ഇട്ട മോന്തല്ല, യഥാർത്ഥ മോന്ത കേട്ടോ. അപ്പോൾ ഈ മൊന്തയൊക്കെ വെച്ചിട്ട് കുഴപ്പമില്ല, അപ്പം നിങ്ങൾ ഭയങ്കര ഒരു സുന്ദരിയാണ് എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് അടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ആ ഒരു നമുക്ക് എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും പുരുഷന്മാർ സുന്ദരികളാണ് എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും എനിക്ക് തോന്നുന്നു 90% സ്ത്രീകൾക്കും ഇഷ്ടമാണ്. പുരുഷന്മാർ നിങ്ങൾ സുന്ദരികളാണ്, നിങ്ങൾ നല്ല സംസാരിക്കുന്നവരാണ്, നിങ്ങൾ കുറച്ച് സ്മാർട്ടാണ് എന്ന് പറയുന്നത് ഇഷ്ടമാണ് കേൾക്കാൻ. ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. അത് സ്ത്രീകളുടെ പുരുഷനിപ്പം ഒരു സ്ത്രീ നിങ്ങളൊരു നല്ല വെൽ പേഴ്സണാലിറ്റി വ്യക്തിയാണ്, നിങ്ങൾ ടിപ്പ് ടോപ്പാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഹാൻഡ്സം പേഴ്സൺ എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്കും ഇഷ്ടമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാരുടെ ഒരു പ്രകൃതമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ കൂടുതലേക്ക് ആകർഷിക്കും. അപ്പം നമ്മളെ ആകർഷിപ്പിക്കാനാണെന്ന് നമ്മൾ തോന്നുവാണെങ്കിൽ വീണ്ടും അത് പറയുന്നു. അതിനപ്പുറത്തേക്ക് നമ്മുടെ ബൗണ്ടറി, നമ്മളൊരു ബൗണ്ടറി ഇടുന്നതിന് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് താല്പര്യമുള്ള ഇഫ് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് നമ്മൾ അവിടെ വെച്ച് അവിടെ സ്റ്റോപ്പ്. നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അവിടെ സോറി ഇങ്ങനെയുള്ള രീതിയിലൊന്നും വേണ്ട എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് രാത്രി 10 മണിക്ക് ശേഷം നമുക്ക് താല്പര്യമില്ലാത്ത ഒരാൾക്കാരുമായിട്ട് നമ്മൾ എന്തിനാണ് ചാറ്റ് ചെയ്യാൻ പോണത്? രാത്രി 10 മണിക്ക് ശേഷം നമ്മുടെ ഒരു പേഴ്സണൽ, നമ്മളൊരു സ്വകാര്യ ടൈമാണല്ലേ. നമുക്കൊരു ഇഷ്ടമുള്ള ആൾ, നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാകും, നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ. നമുക്കൊരു 10 മണി കഴിഞ്ഞിട്ട് നമ്മൾ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഒരിക്കലും ചാറ്റ് ചെയ്യാനിരിക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എൻ്റെ ഒഫീഷ്യലായിട്ട് തന്നെ ഇപ്പം
ഇപ്പം ആരെങ്കിലും അത്യാവശ്യത്തിന് ഇന്ത്യക്ക് വെളിയിൽ നിന്നൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ടൈം വ്യത്യാസം ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് കാര്യം എന്താണ് റീസൺ ചോദിച്ചിട്ട് നമുക്ക് വെക്കാൻ ചിലപ്പോൾ രാത്രി 11 മണിക്ക് നമുക്ക് ചിലപ്പം അവരോട് പിന്നെ വാട്സപ്പിലായാലും ചാറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മുടെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് 10 മണിക്ക് ശേഷം ഒരാൾ കടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അയാളോട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യം ഉണ്ടായതുകൊണ്ട്. ആ താല്പര്യം മുന്നോട്ട് കൂടുതൽ കൊണ്ടുപോകുമ്പോഴാണ് അത് വേറൊരു റിലേഷനിലേക്ക് പോകുന്നത്. ആ റിലേഷൻ നമ്മളും എൻജോയ് ചെയ്തത് കൊണ്ടാണല്ലോ നമ്മൾ ആ റിലേഷനിലേക്ക് എത്തിപ്പെട്ടത്. അല്ലാണ്ട് ഒരാൾ മാത്രം വിചാരിച്ചാൽ എങ്ങനെയാണ് ഒരു റിലേഷൻ ഉണ്ടാകാൻ പറ്റുക? നമ്മളിപ്പോൾ ഒരാൾ റൂം എടുക്കാൻ പറയുന്നു, ഇപ്പം അവരുടെ പ്രോസിക്യൂഷൻ, ഇവിടെ നമ്മുടെ ജാമ്യത്തിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞു വരുന്നത്. ഇവിടെ പത്തനംതിട്ട സെഷൻസ് കോടതിയിലെ പ്രോസിക്യൂഷൻ്റെ വാദം എന്ന് പറയുന്നത് പുറത്തുനിന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചാണ് റൂം എടുപ്പിച്ചത്. ഇപ്പം എന്നോട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ കണക്ക് ഞാൻ പരിചയപ്പെട്ടാണ്, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയും നിങ്ങളൊരു റൂം എടുക്കൂ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കും. അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു കോഫി ഷോപ്പോ അങ്ങനെ എവിടെയെങ്കിലും നിന്ന് സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, പേഴ്സണലി നമുക്ക് സാറിൻ്റെ ഓഫീസിൽ വരാം, അല്ലെങ്കിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ രാഹുലിൻ്റെ ഓഫീസിൽ ഞാൻ വരാം, അവിടെ സംസാരിക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക അല്ലേ? നമുക്കൊരു പേഴ്സണൽ, അപ്പോൾ ഓഫീസിലാണെങ്കിൽ അപ്പോൾ ഓഫീസിൽ നമുക്ക് പിന്നെ ഒരു നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു രഹസ്യമായിട്ടുള്ള ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഒരു കോൺഫിഡൻഷ്യലായിട്ട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമാണ്. ഓഫീസിൽ അതിനുള്ള ഒരു സ്ഥലം എനിക്ക് റെഡിയാക്കി തരും എന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ ഓഫീസിൽ നിന്നും രാഹുലിൻ്റെ റൂമിലായാലും ഒരു കഥ ഒന്ന് ചാടിയിട്ട് സംസാരിക്കാമല്ലോ. പുറത്തുനിന്നുള്ള ആൾക്കാരോട് പറയും നിങ്ങൾ അകത്ത് കയറുന്നത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാണെന്ന് പറയാമല്ലോ. അതൊക്കെയല്ലേ പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഇവരെല്ലാം അത്യാവശ്യം അടുത്തുള്ള പെണ്ണുങ്ങളാണ്. അപ്പോൾ അത് ചെയ്യാതെ ഹോട്ടലിൽ റൂം എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ റൂം എടുത്ത് കാത്തിരുന്നു, രാഹുൽ അവിടെ വന്നു, അതിനുശേഷം റൂമിലേക്ക് കയറി രാഹുൽ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ജഡ്ജി ബുദ്ധിയില്ല എന്ന് നിങ്ങൾ കരുതരുത്. പ്രോസിക്യൂഷൻ പല തിരക്കഥകളും സ്റ്റോറികളും ഉണ്ടാക്കും, അതനുസരിച്ച് പരാതിക്കാരികൾ പറയുന്ന സ്റ്റോറികളാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു ബുദ്ധിയുള്ള ആൾക്കാരും ഇതേ കണക്ക് സ്റ്റോറി ഉണ്ടാക്കത്തില്ല. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും 100% രാഹുലിന് ജാമ്യം കിട്ടാൻ സാധ്യത. പിന്നെ ഈ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് പറയുന്നത് രാഹുലിനറിയില്ല. രാഹുൽ വിവരമില്ലാത്ത ഒരു മനുഷ്യനല്ല. അയാൾക്കറിയാം അയാൾ ഈ പ്രതികളെ അല്ലെങ്കിൽ അയാളെ പ്രതിയാക്കി അല്ലെങ്കിൽ അയാൾക്കെതിരെ പരാതി ഉന്നയിച്ച ആൾക്കാരെ പിന്നെ അയാൾ എന്തിനാണ് വിളിക്കുന്നത്? പിന്നെ അയാൾ പോലീസുമായിട്ട് ഈ കേസുമായിട്ട് അയാൾ പിന്നെ എന്താ പറയണേ സഹകരിക്കുന്നില്ല എന്നുള്ളൊരു വാദം പറഞ്ഞു. അയാൾ സഹകരിക്കാതിരിക്കേണ്ട ആവശ്യം എന്താണ്? അയാൾ എല്ലാത്തിനും സഹകരിക്കണം. അയാൾ പോലീസിനെ അങ്ങോട്ട് വിളിക്കുമായിരുന്നു, നിങ്ങൾക്ക് ഞാൻ മൊഴിയെടുക്കാൻ വരണ്ടേ, ഞാൻ ഒപ്പിടാൻ വരണ്ടേ, പോലീസ് എന്നെ വിളിക്കുന്നില്ലല്ലോ എന്ന് അങ്ങോട്ടേക്ക് വിളിച്ച് ചോദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നെ പോലീസിന് വേണ്ട, നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞപ്പം ഒരു ഫോണിൽ ഒരു കോള് ചെയ്താൽ മതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങൾ ഈ സ്റ്റേഷനിൽ ഇത്ര സമയത്ത് വരിക എന്ന് പറഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യത്തിന് പാതിരാത്രി 12 മണിക്ക് രാജ്യദ്രോഹിയെ പിടിക്കുന്ന കണക്ക് ഒളിച്ചിരുന്ന് അയാളുടെ റൂമിലുള്ള സകലമാന ആൾക്കാരും പോയതിനു ശേഷം അയാളെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയ പോലെ തോക്കുമായിട്ടൊക്കെ നിന്നിട്ട് അയാളെ ഒരു ജനപ്രതിനിധിയെ കീഴടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതൊക്കെ സത്യമാണ്. ഈ പരാതികളൊക്കെ സത്യമാണോ എന്ന് തെളിയുന്ന അയാളൊരു കുറ്റവാളി എന്ന് ഇപ്പൊ നമ്മൾ ആരോപണം മാത്രമാണ്, അയാൾ കുറ്റവാളി ആയിട്ടില്ല. ഹീസ് നോട്ട് ആൻ കൺവിക്റ്റഡ് പേഴ്സൺ. ഓക്കെ, അപ്പൊ അയാളൊരു കുറ്റവാളിയല്ല, അയാളൊരു പ്രതി മാത്രമാണ്. ആ ഒരു കുറ്റവാളി എന്ന് ആരോപിക്കുന്ന മനുഷ്യനാണ്. ഒരു കുറ്റവാളി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അയാൾ കുറ്റവാളി അല്ല, ഈ ഒരു ആരോപണങ്ങളൊന്നും കൃത്യമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് വലിയ തെറ്റാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. നിയമവ്യവസ്ഥ എല്ലാത്തിനെയും, പോലീസിനെ, കോടതിയെ, മജിസ്ട്രേറ്റ് കോടതിയെ ഒക്കെ ഞാൻ പറയുകയാണ്. കാരണം ഒരു വ്യക്തിയെ ജയിലിൽ അടച്ചിരിക്കുകയാണ്, യാതൊരു തരത്തിലുള്ള നിയമ നടപടിക്രമങ്ങളും പാലിക്കാതെ. അറസ്റ്റിന് ഈ സൈൻ എവിടെയാണ്, ഏത് കോടതിയാണ് പറഞ്ഞേക്കുന്നത്? പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഞാൻ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടിട്ട്, നമ്മൾ തമ്മിലല്ല തമ്മിൽ എന്നൊരു പ്രോഗ്രാം ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ നമ്മുടെ എന്താ പറയുക പയ്യന നമ്മുടെ രാഹുൽ ഈശ്വരനുണ്ടല്ലോ, രാഹുൽ ഈശ്വരൻ്റെ ആ ഒരു പ്രോഗ്രാം കണ്ടു. അപ്പോൾ അതിനകത്ത് 2-3 ലേഡീസ്, ശ്രീലക്ഷ്മി അറക്കൽ പോലെ 2-3 ലേഡീസ് വന്നിരുന്നു പറയുന്നുണ്ട്. കുറേ നാൾ കഴിഞ്ഞാൽ പരാതിപ്പെട്ടാൽ മീറ്റു 40 വർഷം കഴിഞ്ഞ് മീറ്റു ആരോപിച്ചാൽ തന്നെ കറക്റ്റാണ്. മീറ്റു ഈ 40 വർഷം വരെ എന്തിനാണ് ഇവർ കാത്തിരിക്കുന്നത്? അപ്പോൾ ശ്രീലക്ഷ്മി, അപ്പോൾ രാഹുൽ അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ പ്രതികരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. നിങ്ങൾ ആ സിറ്റുവേഷനിൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങളുടെ പക പറയാനല്ല ഒരു പുരുഷൻ ഇരിക്കുന്നത്. ഇവിടെ BNS ഈ റേപ്പിന്റെ സെക്ഷനിൽ പ്രത്യേകം പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഡൗട്ട്ഫുൾ ആണ്, താമസിച്ച് വരുന്ന പരാതികൾ, ലേറ്റ് കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് BNS പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പരാമർശം ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്ത്രീക്ക് ഒരു പീഡനം നേരിട്ടാൽ, ഏതെങ്കിലും ഒരു തരത്തിലുള്ള അതിക്രമം നേരിട്ടാൽ, ആ അതിക്രമം ആ സ്പോട്ടിൽ തന്നെ എന്തുകൊണ്ടാണ് പറയാൻ കഴിയും? ഒരാഴ്ച കഴിഞ്ഞ് പറയാമല്ലോ, ഒരു മാസം കഴിഞ്ഞ് പറയാമല്ലോ.
അപ്പോൾ അതും പറയുന്നില്ല എങ്കിൽ പിന്നെ അവിടെ വെച്ച് കളയുക. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടെ യഥാർത്ഥമായിട്ടുള്ളൊരു പീഡനമാണെങ്കിൽ നമ്മളൊക്കെ ഇത്തരം കേസുകൾ കാണുന്നതും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ളൊരു പീഡനമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇല്ലെങ്കിൽ ഒരു മാസത്തിനകമെങ്കിലും അവരുടെ ഈ പരാതികൾ പുറത്തു. ഇത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവരുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹം, ഇത്രയും സെക്ഷൽ പെർവേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് ഈ പരാതിക്കാരികളൊക്കെ. അതാണ് നമുക്ക് ഇതിനകത്തുള്ള ഒരു വലിയ വിരോധാഭാസം. ഈ സെക്ഷൽ പെർവേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവരെന്താണ് മീൻ ചെയ്യുന്നത്? പിന്നെ എന്തുകൊണ്ട് അവർ പരാതി കൊടുത്തിട്ട് ഇവരെന്താണ് കോടതിയിൽ നിന്ന് ഇവരെന്ത് നീതിയാണ് ഇവർക്ക് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവർ പറയുന്ന പരാതികൾ എഴുതി വെച്ചിരിക്കുന്ന നേരെ ഓപ്പോസിറ്റാണ് ഇവർ ഇപ്പുറത്ത് പറയുന്ന കാര്യങ്ങൾ. അവർക്ക് പിന്നെ പ്രണയം വരുന്നു, പിന്നീട് ഇവർ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യുന്നു, പെർഫ്യൂം ഉൾപ്പെടെയുള്ള ഫേസ് ക്രീം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നു, അണ്ടർ ഗാർമെന്റ്സ് അണ്ടർവെയർ വാങ്ങിക്കാൻ കാശ് അയച്ചു കൊടുക്കുന്നു, അങ്ങനെ നിരന്തരമായിട്ട് ചെരുപ്പ് വാങ്ങിക്കാൻ കാശ് അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന ഈ സെക്ഷൽ പെർവേർട്ടായിട്ടുള്ള അതിഭീകരമായി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു വ്യക്തിക്കാണ് എന്നുള്ളത് നമ്മൾ പിന്നെ ഒരുമിച്ച് വായിക്കണം, അത് ഒരുമിച്ച് കാണണം. ആ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഇവരൊക്കെ എന്ത് ഉദ്ദേശത്തിലാണ് ഈ പരാതിയും കൊണ്ട് ഈ കോടതികൾ കയറി ഇറങ്ങുന്നത്? പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇപ്പം വരുന്ന ഒരു ഡ്രാമയും നാടകങ്ങളൊക്കെ ഉള്ളൂ, ഇപ്പോൾ ഉള്ള സ്റ്റോറിയും നാടകങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നീട് ഇത് കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡിഫൻസ് വക്കീലിൻ്റെ ചോദ്യങ്ങൾക്കും ഇവരുടെ വാദത്തിന് മുന്നിൽ ഈ പരാതി കൊടുക്കുന്നവർ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ റിയലായിട്ട് പീഡനത്തിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ റിയലായിട്ട് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ പോലും വിഷമിച്ച് കരഞ്ഞ് കേൾക്കുന്ന ഞാൻ പോലും കരഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പം സെഷൻസ് കോടതിയിൽ ചെന്നിരുന്ന് ഒരു ബലാത്സംഗത്തിൻ്റെ ഒരു വാദം, ഒരു ക്രോസ് എക്സാമിൻ നിങ്ങൾ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ നിങ്ങളൊന്ന് കേൾക്കണം, ഒരു വിചാരണ സമയത്ത് നിങ്ങളൊന്ന് പോകണം. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഭീകരത മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ പരാതി പിന്നെ ഈ ഒരു വ്യാജ പരാതികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ തകർന്നടിയും, നശിച്ചങ്ങിയ അവസ്ഥയിലാണ്. ഇപ്പം പോലീസും കൂടെയുള്ള എതിർ പാർട്ടികളുടെ ആൾക്കാരെ തകർക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ലക്ഷ്യങ്ങളൊക്കെ. അപ്പം സർക്കാരും പോലീസൊക്കെ കൂടെ നിൽക്കും. പക്ഷെ കോടതിയിൽ ഇതൊന്നും വില പോവില്ല. പിന്നെ ജാമ്യം കിട്ടുമോ എന്നുള്ളത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ജാമ്യം തീർച്ചയായിട്ടും സെഷൻസ് കോടതി ജാമ്യം കൊടുക്കണം. കാരണം യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും സ്വീകരിക്കാതെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 ദിവസത്തിനും വൈദ്യപരിശോധന നടത്തണമായിരുന്നു. അതുപോലെ ഏത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ പറ്റുമെന്ന്? സുപ്രീം കോടതിക്ക് പോലും പറയാൻ പറ്റില്ല. കാരണം BNS അങ്ങനെ ഒരു സംഭവമില്ല. നമുക്ക് നിയമം മാറ്റിയിരുന്നു, ഏതെങ്കിലും കോടതികൾക്ക് നിയമം മാറ്റി എഴുതാനുള്ള രണ്ടുണ്ടോ? അതൊരിക്കലും നടക്കുന്ന കാര്യമല്ലോ, അങ്ങനെ ഒരു റൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും എന്ന് പറയുന്നത് എവിടുത്തെ പോലീസ് ഓഫീസേഴ്സാണ് ഇവരെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇവർക്ക് എന്ത് ഉദ്ദേശത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് പോലീസ് യൂണിഫോമിനെ ഇത്രമാത്രം കളങ്കം ഉള്ള ഒരു അവസ്ഥയിലൊക്കെ ആക്കി. നമ്മൾ പോലീസ് യൂണിഫോമിനെയൊക്കെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഭയങ്കര റെസ്പെക്റ്റോടെ നമ്മുടെ ദേശീയ പതാക കാണുന്ന പോലെ അത്ര മിലിറ്ററി പോലീസ് എന്നൊക്കെ പറയുന്നത് കാണുന്നുണ്ട്. ഞാൻ പഴയ NCC കേഡറ്റായിരുന്നു, കേരളയുടെ സീനിയർ അണ്ടർ ഓഫീസറായിരുന്നു. അപ്പോൾ കാക്കിയൊക്കെ യൂണിഫോം എനിക്ക് IPS എടുക്കണമെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു, സന്ധ്യ മാമിൻ്റെയൊക്കെ പോലെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പോലീസ് യൂണിഫോം എന്ന് പറയുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ഈ പോലീസ് യൂണിഫോമിന് ഒരു പറ്റും ഓഫീസേഴ്സ് വന്ന് സർക്കാരിൻ്റെ കയ്യിലെ കളിപ്പാവയായിട്ട് മാറി ആ യൂണിഫോമിൻ്റെ വാല്യൂ നശിപ്പിച്ചു എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള നിയമവും അറിയാതെ ചുമ്മാ എന്തൊക്കെ വിവരക്കേടാണെന്നറിയാം പറയുന്നത് വന്നിരുന്നത്. അതേപോലെ ചെയ്യുന്നത് ഒരു അറസ്റ്റിന് ഒരു ജനപ്രതിനിധി അയാൾക്കൊരു നോട്ടീസ് കൊടുക്കാം. അയാൾ ഒന്നാമത്തെ കാര്യം ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ്, അയാൾക്കിന് ഒളിച്ചു പോകാൻ പറ്റില്ല. അവിടെ ഒരു ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു കഴിഞ്ഞാൽ അയാളെ പിടിച്ച് അപ്പഴേ അകത്തിടാം. എവിടെയായാലും ലുക്കൗട്ട് നോട്ടീസ് കൊടുത്താൽ അപ്പഴേ അകത്തിടാം. പിന്നെ അപ്പോൾ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഒരു കോൾ വിളിച്ചാൽ അപ്പുറത്തേക്ക് വരും. അയാൾ തന്നെ അങ്ങോട്ട് വിളിച്ചു ചോദിക്കാറുണ്ട്, വിളിക്കും ഞാൻ വരണോ. അപ്പോൾ വരണ്ടെന്ന് പറഞ്ഞിട്ട് പാതിരാത്രി പിടിച്ച് അകത്തിടുക. എന്നിട്ട് ആ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ ഇത് എന്ത് നിയമത്തിൻ്റെ പേരിലാണ് ഒരു മജിസ്ട്രേറ്റ് ഒരാളെ റിമാൻഡ് ചെയ്യുന്നത്? പിന്നെ ഞാൻ പറയുന്നതൊക്കെ എപ്പോഴും 3 വർഷത്തെ ഒരു ശിക്ഷ വിധിക്കാനുള്ള ഒരു കോടതി മാത്രമാണ് മജിസ്ട്രേറ്റ് കോടതികൾ. അവർക്ക് ആ കോടതികൾക്ക് ഒരു പവറുണ്ട്. ആ പവറിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പ്രതിയെ പ്രത്യേകിച്ചും ബലാത്സംഗ പരാതി പറഞ്ഞ് ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അവർ റിമാൻഡ് ചെയ്യേണ്ടത് അവരുടെ അത്രയേ ഉള്ളൂ. അവരുടെ പവർ അതിനപ്പുറത്തേക്ക് അവർക്ക് കടക്കാൻ കഴിയില്ല. അവർക്കും ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ഇന്ന പവർ. ഈ അടിപിടി കേസുകൾ, കുത്തുകേസ്, വെട്ടുകേസ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ കേസുകൾ ഒക്കെയാണ് ഈ ഒരു മജിസ്ട്രേറ്റ് കോടതികൾ കൈകാര്യം ചെയ്യുന്നത്, ലോവർ കോർട്സ്.
അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പം ഇതേ കണക്കുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു എന്താ പറയണേ, നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടില്ല, ഒരു ഫോൺ വിളിച്ചിട്ടില്ല, പിന്നെ അതുപോലെ അറസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ പരാതിക്കാരി വന്നിട്ട് SHOയുടെ മുന്നിൽ മൊഴി കൊടുത്തിട്ടില്ല, പിന്നെ സൂം മീറ്റിങ്ങിലാണ് മൊഴി കൊടുക്കുന്നത്. കൊള്ളാമല്ലോ, ലോകത്തല്ല എവിടെ ഇരുന്ന് ആർക്ക് വേണമെങ്കിലും മെയിൽ പരാതി കൊടുത്ത് സൂം മീറ്റിംഗ് കൊടുത്താൽ മതി. അവർ വിദേശത്താണ്, അവർ വിദേശ പൗരത്വം ഉണ്ടോ എന്ന് നമുക്ക് അങ്ങനെ അറിയാം, അവർ ഇന്ത്യയിലെ പൗരത്വമാണോ വിദേശ പൗരത്വമാണോ എന്ന് നമുക്കറിയില്ല. ഇതൊന്നും നമുക്കറിയില്ല. ചുമ്മാതെ അവരവിടെ നിന്ന് പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് ഇവിടെ സൂം മീറ്റിംഗ് കൊടുക്കുന്നു പറഞ്ഞാൽ ഈ സൈൻ അതെന്തൊരു സൈനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ വൈദ്യ പരിശോധന 3 ദിവസത്തിനെ വൈദ്യ പരിശോധന ചെയ്യും. ഇതൊക്കെ എന്താണ്? പിന്നെ ഇവര് പോലീസും സർക്കാരിനും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ അകത്തിടണം. ഒരു കാരണവശാലും അയാളെ പുറത്തിറക്കില്ല, അയാൾ പാലക്കാട് നിൽക്കാൻ പാടില്ല. അത് കോൺഗ്രസിൻ്റെ ആൾക്കാരും BJPയുടെ ആൾക്കാരും എല്ലാവരും ഒരുമിച്ച് 3 പാർട്ടിയിലും പെട്ട ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടേക്കുന്ന ഒരു MLA പരാതി കൊടുത്തിരുന്നു. അവിടെ അതിനകത്ത് കാട്ടുകോഴികൾ ഇരിക്കുവാണ്. പീഡന വീരന്മാർ മുകേഷ്, ഗണേഷ്, അങ്ങനെ എന്താ പറയുക, കുഞ്ഞു മുഹമ്മദ്, പിന്നെ അതുപോലെ P ശശി, പിന്നെ ശശീന്ദ്രൻ, ഇങ്ങനെയുള്ള പീഡന വീരന്മാരിയ്ക്കുമ്പോഴാണ് വേറൊരുത്തനെ വിവാഹം കഴിക്കാതെ പ്രണയിച്ച് അങ്ങോട്ട് ചെന്നിട്ട് ഇവരെല്ലാം ഈ സ്ത്രീകളും പുരുഷനും ഇയാളും കൂടി ഒരുമിച്ചുള്ള റിലേഷൻസ്, പ്രണയത്തിലുണ്ടായ റിലേഷന് പകരം എത്തിക്സ് കമ്മിറ്റിയിലേക്ക് MLA അയോഗ്യനാക്കാൻ പോകുന്നത്. ഇതൊക്കെ എന്തോന്നത് കോമഡി ചെയ്ത്. ഇത് മനുഷ്യന്മാർ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? നിങ്ങൾ രാജകീയ ഭരണമാണ്, നിങ്ങൾ വിചാരിക്കുന്നത് നടക്കുന്നു. എത്തിക്സ് കമ്മിറ്റിയിൽ ആൾക്കാർ CPM കാരെ 2 പേരേ ഉള്ളൂ. ഒന്ന് റോജി ജോൺ, ഒരു കോൺഗ്രസിൻ്റെയും ഒരു മുസ്ലിം ലീഗിൻ്റെ 2 മെമ്പർമാർ, ബാക്കി 4 പേരും CPMൻ്റെ ആൾക്കാരാണ് എത്തിക്സ് കമ്മിറ്റിയിൽ. ശൈലജ ഒക്കെയാണ്, KK ശൈലജയൊക്കെയാണ്. അപ്പോൾ ഇവരെന്താണ് പറയുന്നത്? ഇവർ പറയുവാണ് എത്തിക്സ് കമ്മിറ്റി ഇയാളെ അയോഗ്യനാക്കാൻ പറഞ്ഞാൽ അയോഗ്യനാക്കും. അതിന് ആദ്യം അവിടെ ഇരിക്കുന്നവന്മാരെ ആദ്യം അയോഗ്യനാക്കിയിട്ട് വേണം വരാൻ. കാരണം ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലേക്കാണ് വരുന്നത്. ജനങ്ങളാണ് യജമാനന്മാർ. ഇവരെല്ലാം വെറും സേവകന്മാർ മാത്രമാണ്. ഇവിടെ ഇരിക്കുന്ന MLAമാരും മന്ത്രിമാരും എല്ലാം ജനങ്ങളുടെ സേവകർ മാത്രമാണെന്ന് എപ്പോഴും ആലോചിച്ചാൽ അവർക്ക് കൊള്ളാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് നാളെ ജാമ്യം കിട്ടുമോ കിട്ടത്തില്ലേ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ നിയമപരമായിട്ട് പറഞ്ഞാൽ അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടേണ്ടതാണ്. പിന്നെ കൊടുക്കാതിരുന്നാൽ നമുക്ക് അടുത്ത കോടതിയിൽ ഹൈക്കോടതിയെ സമീപിക്കാനേ കഴിയുകയുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ